ജാസ്മിനെ എനിക്ക് ഇഷ്ടമല്ല ഞാനും ജാസ്മിനും ശത്രുക്കളാണ് എന്നും ഉള്ള രീതിയിൽ 24 മണിക്കൂറും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നോറ. ജാസ്മിൻ ഫസ്റ്റ് വീക്കിൽ നോറ വീക്കാണ്, ഇമോഷണലി വീക്കാണ്, മെൻ്റലി വീക്കാണ് എന്ന് പറഞ്ഞ ആ ഒരു സമയം മുതൽ ജാസ്മിൻ്റെ പിന്നാലെ ആയിരുന്നു നോറ. എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ബാത്റൂമിൻ്റെ അവിടെയും സെറ്റിയിലും മൂലയിലൊക്കെ പോയിരുന്നിട്ട് കരച്ചിലായിരുന്നു. പിന്നെ അതാരും വലിയ മൈൻഡ് ആക്കണ്ട എന്നുള്ള ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് നോറ അത് കുറച്ചത്. പിന്നെ ജാൻമണിയുടെ പിന്നാലെ പോയി. അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ ഒരു വിഷയം ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കരച്ചിൽ. ഇതിനിടയിൽ ജിൻഡോയുടെ പിന്നാലെ വരുന്നുണ്ട്. ജിൻഡോയെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നോറയ്ക്ക് ജാസ്മിനോടുള്ള ഒരു ഇതെന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നോറ ജാസ്മിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് ജിൻഡോ പണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ലേ, അവർ പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്ത് വന്നവരാണ്, അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പ്രസക്തി വരുന്നത്. കാരണം നോറ ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണ്. ഡെൻ റൂം പൂട്ടിയിരുന്ന ആ സമയത്തും നോറ അവിടെ ഒരുപാട് സമയം പോയിരുന്ന് അപ്പുറത്ത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അവളിങ്ങനെ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി പോകുന്നതിൽ സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവളുടെ കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ പറയുന്നത് എന്നാണ് നോറയുടെ ന്യായം. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യമുള്ള ഒരു നോറയല്ല. കരച്ചിൽ വീഴ്ചയിലൊക്കെ ഉണ്ടെങ്കിലും ജാസ്മിനോടുള്ള ആ ഒരു എന്താ പറയുക, ഒരു സമീപനത്തിലും നോറയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്നലെ ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോഴും നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരു ടൈപ്പിലാണോ വന്നത് എന്നുള്ള കാര്യത്തിൽ സംതിങ് റോങ്.